പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളപ്പോൾ ക്ലാസ്സുകൾ കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൈനറ്റിക് എനർജിയാണ് പറഞ്ഞിരുന്നത്. കൈനറ്റിക് എനർജി എടുത്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ ചിലപ്പോൾ നല്ല ആക്റ്റീവൊക്കെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയും, ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട് കേട്ടോ, അയാൾക്ക് നല്ല പൊട്ടൻഷ്യലാണ്. എന്താ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പൊട്ടൻഷ്യൽ എന്നുള്ളതിൻ്റെ മീനിങ്? കപ്പാസിറ്റി ഫോർ ആക്ഷൻ, പ്രവൃത്തി അല്ലേ, ആക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയും. നമ്മൾ പറയാറുണ്ട് നിത്യജീവിതത്തിൽ. പിന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഇതാവണത്, നമുക്ക് വരുന്നത് സ്റ്റോർഡ് എനർജിയാണ്. സ്റ്റോർഡ് എനർജി, സ്റ്റോർ ചെയ്ത എനർജി. ഇനിയും ഇപ്പോൾ ഒരു സ്ട്രെച്ച് ചെയ്തേക്കണ ബോ സ്ട്രിങ്, അമ്പും വില്ലുമില്ലേ, ആ സ്ട്രെച്ച് ചെയ്തേക്കണ ബോ സ്ട്രിങ്, അതിൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ വെൻ ഇറ്റ് ഈസ് റിലീസ്ഡ്, ആ ഇത് റിലീസ് ചെയ്തെന്നുണ്ടാവും, ആരോ മൂവ്സ് ഫാസ്റ്റർ അല്ലേ, ആ അമ്പ് നല്ല സ്പീഡിൽ അല്ലേ, മൂവ്സ് വിത്ത് എ ഫാസ്റ്റർ സ്പീഡ്, ഭയങ്കര സ്പീഡിൽ അമ്പ് പോകും. പിന്നെ നമ്മുടെ ഭൂമിയിലും അത് എർത്ത് ക്രസ്റ്റ്, ഭൂമിയുടെ ക്രസ്റ്റ് യൂണിഫോം അല്ല, ഈസ് നോട്ട് യൂണിഫോം. ഇറ്റ് കണ്ടെയ്ൻസ് എന്താണ്, ഡിസ്കണ്ടിന്യൂറ്റീസ് ആൻഡ് ഡിസ്ലൊക്കേഷൻസ്. ദീസ് ആർ കോൾഡ് ഫോൾട്ട് ലൈൻസ്. അപ്പോൾ ഭൂമിയുടെ ക്രസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക, പല ലെയറുകൾ പല രീതിയിലാണ്, തുടർച്ചയല്ല, ഡിസ്കണ്ടിന്യൂറ്റീസും ഡിസ്ലൊക്കേഷനും ഉണ്ട്. നമ്മളതിന് ഫോൾട്ട് ലൈൻസ് എന്ന് പറയും. ഈ ഫോൾട്ട് ലൈൻസ് എന്താണ്, സ്പ്രിങ് സ്ട്രെച്ച് ചെയ്ത് വെച്ച സ്പ്രിങ്ങിൻ്റെ പോലെയാണ്, അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത സ്പ്രിങ്ങിൻ്റെ പോലെയാണ്. അതിൽ കുറേ എനർജി ഉണ്ട്, മനസ്സിലായ? അപ്പോൾ ഈ ഫോൾട്ട് ലൈൻസ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് എന്ത്, എർത്ത് ക്വേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ റിലീസ് എനർജി. നമുക്കറിയാം ഭൂകമ്പത്തിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഫോൾട്ട് ലൈൻസ്, ആ ലെവൽസ് തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ആ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെന്ത് പറയണത്, എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഭൂകമ്പം എന്ന് പറയണത്. അപ്പോൾ ഭൂകമ്പത്തിൽ എന്തോരം നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വലിയ ഭൂകമ്പമാണെങ്കിൽ അതെന്താണ്, ആ സ്റ്റോർഡ് എനർജി റിലീസ് ചെയ്യണതാണ്. കണ്ടു? അതിൽ സ്റ്റോർ ചെയ്ത് വെച്ച എനർജി എന്താണ്, അത് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ക്ലിയറായ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളതിന് എന്ത് പറയാം? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി ഈസ് ദ സ്റ്റോർഡ് എനർജി ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. ഒരു വസ്തുവിൻ്റെ പൊസിഷൻ, സ്ഥാനം കൊണ്ടോ കോൺഫിഗറേഷൻ, അതിൻ്റെ അവസ്ഥ കൊണ്ടോ ആ വസ്തുവിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് എന്ത്, പൊട്ടൻഷ്യൽ എനർജി. ക്ലിയറായ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ സ്റ്റോർഡ് എനർജി ഓഫ് എ ബോഡി ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജിയാണ്. എങ്ങനെ? അതിൻ്റെ സ്ഥാനം കൊണ്ട്, പൊസിഷൻ സ്ഥാനം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ കോൺഫിഗറേഷൻ കൊണ്ട്. കണ്ടു? അതാണ് പൊട്ടൻഷ്യൽ എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ, ഒരു ഫോർമുല ഡിറൈവ് ചെയ്യണം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു ഗ്രൗണ്ടിൽ ഒരു ബോഡി, ഏതെങ്കിലും എം മാസുള്ളൊരു ബോഡി കിടക്കുന്നുണ്ട്. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം ഓൺ ദ ഗ്രൗണ്ട്. നമ്മൾ ഇതിനെ കണ്ടു എച്ച് ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യണം, ഇവിടേക്ക് എത്തിക്കണം, ഈ ടെറസിൻ്റെ മുകളിലേക്ക് എത്തിക്കണം. എച്ച് ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണ്ടേ? അതായത് നിലത്ത് കിടക്കുന്ന ഒരു കല്ലിനെ അല്ലെങ്കിൽ ഒരു ഭാരമുള്ളൊരു വസ്തുവിനെ നമുക്ക് മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിനെ പിടിച്ച് പൊക്കി മുകളിലേക്ക് എത്തിക്കണം, വേണ്ടേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. എന്താണ്? ഫോഴ്സ് എഫ് കോസ് തീറ്റ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. എഫ് കോസ് തീറ്റ അല്ലേ, ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി കോസ് തീറ്റ, ഇവിടെ നമ്മൾ മുകളിലേക്കാണ് പൊക്കണത്, വസ്തു മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ തീറ്റ എന്താണ്? 0ആണ്. അപ്പോൾ നമുക്ക് കോസ് 0 എന്ന് എഴുതാം. കോസ് 0.
കാരണം രണ്ട് സെയിം ഡയറക്ഷനില്ല. വസ്തു പോണത് മുകളിലേക്ക്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണത് മുകളിലേക്ക്. ഇനി എഫ് എത്രയാ? നമ്മളൊരു വസ്തുവിനെ പൊക്കുമ്പോൾ നമ്മളെടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? എഫ് ഈക്വൽ ടു എം എ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഈക്വൽ ടു എം എ. അപ്പോൾ എം എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ നമ്മൾ പൊക്കണത്. അപ്പോൾ എം ജി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം, അതായത് ഹൈറ്റ്. കണ്ടോ, ഇവിടെ കിടക്കണ കല്ലിനെ ഇവിടേക്ക് എത്തിച്ചു. ഉണ്ടോ, ഇവിടേക്ക് എത്തിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, അതതിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ എം ജി എച്ച് കോസ് 0. അപ്പോൾ എം ജി എച്ച് ഇൻറ്റു കോസ് 0 എത്രയാ? 1. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വർക്ക് ആ ബോഡിയിൽ എന്തായി മാറി? പൊട്ടൻഷ്യൽ എനർജിയായി മാറി. മനസ്സിലായ? ആ വർക്ക് ഈക്വൽസ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി കാണിക്കാനുള്ള അക്ഷരമാണ് വി എച്ച്. സഫിക്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാം. ഹൈറ്റിലുള്ളതാണ് വി എച്ച്. അപ്പോൾ വർക്ക് ഈക്വൽസ് പൊട്ടൻഷ്യൽ എനർജി. ദെർഫോർ പൊട്ടൻഷ്യൽ നമ്മൾ പി ഇ എന്ന് സാധാരണ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ അത് കാണിക്കാനുള്ള അക്ഷരം എന്താണ്? വി എച്ച് ആണ്. പൊട്ടൻഷ്യൽ എനർജി വി എച്ച്, വി ഓഫ് എച്ച് ഈക്വൽസ് എന്താണ്? എം ജി എച്ച്. അപ്പോൾ ബോക്സിലിട്ടു. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഫോർമുല. അപ്പോൾ എം മാസുള്ള ബോഡീനെ എച്ച് ഹൈറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് കാണാനുള്ള ഫോർമുല എന്താ? എഫ് എസ് കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കാണ്, ബോഡി മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോസ് 0. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താ? എം എ. എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ആക്സിലേഷൻ ജി ആണ്. അപ്പോൾ എം ജി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ തൊട്ട് ഇതുവരെ എത്ര? എച്ച്. അപ്പോൾ എം ജി എച്ച് കോസ് 0. കോസ് 0 ഈസ് 1. അപ്പോൾ എം ജി എച്ച് ഇൻറ്റു 1 എം ജി എച്ച്. ആ നമ്മൾ ചെയ്ത വർക്ക് ആ ബോഡിയിൽ എന്തായിട്ട് മാറുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കാണിക്കാനുള്ള അക്ഷരം വി ഓഫ് എച്ച്, വി എച്ച് എന്നാണ് പറയുക. അപ്പോൾ ദെർഫോർ പൊട്ടൻഷ്യൽ എനർജി വി എച്ച് ഈക്വൽ ടു എം ജി എച്ച്. ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക്. ഇനി എർത്ത് എന്താ ചെയ്യണേ? അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, വർക്ക് എടുത്തപ്പോൾ പറഞ്ഞു. എർത്ത് എന്താ ചെയ്യണേ? അതിനെ താഴോട്ട് വലിക്കുകയാണ് ചെയ്യണത്. കണ്ടോ? അപ്പോൾ എർത്ത് ചെയ്യണ വർക്ക് എന്താണ്? വർക്ക് ഡൺ ബൈ എർത്ത്. എർത്ത് ചെയ്യണ വർക്ക് എന്താണ്? മൈനസ് വി ഓഫ് എച്ച്, അതായത് മൈനസ് എം ജി എച്ച്. ഉണ്ടോ? നമ്മൾ ചെയ്യണ വർക്ക് എം ജി എച്ച് പോസിറ്റീവാണ്. എർത്ത് അതിനെ താഴോട്ട് വലിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ എർത്ത് ചെയ്യണ വർക്ക് എന്താണ്? മൈനസ് എം ജി എച്ച് ആണ്. ഇനി നോക്കൂ, ഈ കല്ല് ഇപ്പോൾ അല്ലെങ്കിൽ ഈ ബോഡി ഇപ്പോൾ മുകളിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മളതിനെ ആരെങ്കിലും അതിനെ തട്ടി താഴെ ഇട്ടു. അപ്പോൾ എന്തുണ്ടാവും? അത് ഇപ്പോൾ ഇതിന് എന്തുണ്ടെന്ന് എന്ത് എനർജി ഉള്ളത്? ഈ ബോഡീനെ ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവച്ചപ്പോൾ നമ്മൾ വർക്ക് ചെയ്തു. അപ്പോൾ ആ വർക്ക് ഈ ബോഡിയിൽ എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ കല്ല് തട്ടി താഴെ ഇടാഞ്ഞിരിക്കുക, അത് ആരെങ്കിലും എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? പരിക്ക് പറ്റും. അപ്പോൾ എന്താ കാരണം? അവിടെ അതിൽ സ്റ്റോർഡ് എനർജി ഉണ്ട്. അപ്പോൾ ഈ ബോഡി താഴോട്ട് വരികയും വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയാണ്? അതിന് എത്ര സ്പീഡ് കിട്ടും? അത് ഇപ്പോൾ റെസ്റ്റിലാണ് ഇരിക്കണത്. യു ഈക്വൽസ് 0. അപ്പോൾ എന്താണ്? വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ വി സ്ക്വയർ ഈക്വൽസ് യു 0 ആണ്. 0 സ്ക്വയർ പ്ലസ് 2a എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ആണ്. അപ്പോൾ ജി എസ് എന്ന് പറഞ്ഞാൽ എന്താ? താഴോട്ട് ഒരു എച്ച് അല്ലേ? അപ്പോൾ എച്ച്. അപ്പോൾ വി സ്ക്വയർ ഈക്വൽസ് 2gh. ഇതാണ് ആ വരുന്ന ബോഡിയുടെ താഴോട്ട് വരുമ്പോൾ അതിൻ്റെ എന്ത്? സ്പീഡ്. അപ്പോൾ താഴേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡ് എന്താണ്? വി സ്ക്വയർ ഈക്വൽസ് 2gh. അപ്പോൾ നോക്കാം, ഇത് താഴോട്ട് വരുമ്പോൾ മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജിയാണ് ഉള്ളത് അതിന്. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ. കണ്ടു? അപ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ നമുക്ക് എന്ത് കൊടുക്കാം? 2gh കൊടുക്കാം. 2 വെട്ടിപ്പോയി. എന്ത് കിട്ടി? എം ജി എച്ച്. കണ്ടു? അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഈക്വൽസ് എം ഉണ്ട് അവിടെ, 2 വെട്ടിപ്പോയി, ജി എച്ച്. കണ്ടു? ആ ഉണ്ടായ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തായി മാറിയത്? കൈനറ്റിക് എനർജിയായി മാറിയത്. കണ്ടു? അപ്പോൾ പൊസിഷൻ കാരണം ഈ ബോഡിക്ക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തു ബൈ പൊസിഷൻ. അപ്പോൾ അത് താഴേക്ക് വന്നപ്പോൾ എന്തായി? അതിൻ്റെ സ്പീഡ് കൂടി താഴെ എത്തുമ്പോൾ, ഗ്രൗണ്ടിലെത്തുമ്പോൾ മാക്സിമം സ്പീഡാവും.
അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു കൈനറ്റിക് എനർജി കണ്ടോ എന്തിന്നാണ് കിട്ടിയത് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറി? കൈനറ്റിക് എനർജിയായി മാറി. നമ്മൾ മുകളിൽ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്. മോട്ടർ അടിച്ചിട്ട് നമ്മൾ അതിൽ വെള്ളം സ്റ്റോർ ചെയ്യും. ഇനി താഴെ നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ എന്താ ഉണ്ടാവുക? വെള്ളം വരും. എങ്ങനെയാണ് വെള്ളം വരുന്നത് പൈപ്പ് തുറക്കുമ്പോൾ? അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത്, നമ്മൾ മീൻസ് മോട്ടർ വർക്ക് ചെയ്ത് വെള്ളത്തിനെ മുകളിലേക്ക് പമ്പ് ചെയ്തു ടാങ്കിലേക്ക്. അപ്പോൾ അതിനെന്തുണ്ട്? പൊസിഷൻ കാരണം പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടായി. കണ്ടോ? നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ എന്തുണ്ടാവും? ആ വെള്ളം അവിടെ നിന്ന് ഒഴുകി വരും. ആ പൊട്ടൻഷ്യൽ എനർജി എന്തായി മാറി? കൈനറ്റിക് എനർജിയായി മാറി. കണ്ടോ? അത് പൊസിഷൻ കാരനാണ്. കണ്ടോ? ഈ കല്ല് കൊണ്ടുവച്ചതും എന്താണ്? പൊസിഷൻ കാരനാണ്. ഇനി നമ്മളൊരു ടോയ് കാർ എടുത്തു. അതിനെ നമ്മൾ സ്പ്രിങ് വൈൻഡ് ചെയ്തു. വൈൻഡ് ചെയ്തിട്ട് നമ്മൾ നിലത്ത് വെച്ചാൽ എന്തുണ്ടാവും? അപ്പോൾ ടോയ് കാറിൽ നമ്മൾ കണ്ടോ സ്പ്രിങ് നമ്മൾ ആ കീ തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ ചേഞ്ച് വരുത്താണ്. കണ്ടോ? അതിൻ്റെ സ്പ്രിങ് നമ്മൾ മുറുക്കി നിലത്ത് വെച്ചത് ഓടും. കണ്ടു? അപ്പോൾ അവിടെ എന്തുണ്ടായി? പൊട്ടൻഷ്യൽ എനർജി ബൈ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവസ്ഥ മൂലം അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. അത് നിലത്ത് വെച്ചപ്പോൾ എന്തുണ്ടായി? ആ കാർ ഓടി. അപ്പോൾ അതെന്തായി? കൈനറ്റിക് എനർജിയായി മാറി. മനസ്സിലായ? അതുപോലെ അമ്പും വില്ലും നമ്മളിങ്ങനെ അമ്പിങ്ങനെ ഉണ്ടോ? വില്ലിൽ അമ്പിങ്ങനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിർത്തുകയാണ്. എന്നിട്ട് അത് വിടുമ്പോൾ എന്തുണ്ടാവും? അത് തെറിച്ച് പോവും. ഒന്നും വേണ്ട, റബ്ബർ ബാൻഡ് എടുത്തിട്ട് നിങ്ങളൊരു കടലാസ് കഷ്ണം ഇങ്ങനെ വെക്കുക. നിങ്ങൾ ചെയ്യാറില്ലല്ലേ? റബ്ബർ ബാൻഡ് എടുത്തിട്ട് റബ്ബർ ബാൻഡ് വലിച്ചിട്ട് കടലാസ് കഷ്ണം അങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് വിടുമ്പോൾ എന്തുണ്ടാവും? ആ കടലാസ് കഷ്ണം തെറിച്ച് പോവും. അവിടെയും എന്താണ്? ഈ റബ്ബർ ബാൻഡ് വലിച്ച് നിർത്തിയപ്പോൾ എന്തായി? നമ്മൾ സ്ട്രെച്ച് ചെയ്തേക്കാണ്. അപ്പോൾ എന്തായി? കോൺഫിഗറേഷൻ മൂലം ആ റബ്ബർ ബാൻഡിന് എനർജി കിട്ടി. എന്തെനർജി? പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ വിടുമ്പോൾ എന്തായി? ആ കടലാസ് തെറിച്ച് പോയി കൈനറ്റിക് എനർജിയായി മാറി. കണ്ടു? അപ്പോൾ ഇവിടെയൊക്കെ എന്തായി മാറി? പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പൊസിഷൻ മൂലം ഉണ്ടാവാം, കോൺഫിഗറേഷൻ മൂലം ഉണ്ടാവാം. ക്ലിയറായ? ഓക്കെ.